കെനിയൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമുണ്ടായി. സംഘർഷത്തിനുള്ള ഒരു പ്രധാന കാരണം നികുതി വർദ്ധിപ്പിക്കാനുള്ള ബില്ലിനെതിരെ പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് നൈറോബിയിൽ പാർലമെന്റിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് എന്ത് ചെയ്തു? വെടിവെക്കുകയും അവിടെ 5 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. നിരവധി പേർക്ക് അവിടെ പരിക്കേൽക്കുകയൊക്കെ ഉണ്ടായി. ഇപ്പോ പ്രതിഷേധക്കാർ പാർലമെന്റ് തീയിട്ട വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കെനിയ എന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഈ കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിലാണ് ഈ റിപ്പബ്ലിക് ഓഫ് കെനിയ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് 54 ദശലക്ഷം ആളുകളാണ് അവിടെ താമസിക്കുന്നത്. കെനിയ എന്ന രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഇടത്തരക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്രിക്കൻ രാജ്യങ്ങൾ നമുക്കറിയാം ദരിദ്ര രാജ്യങ്ങളാണ് അവിടെ കൂടുതലായിട്ടും. പക്ഷെ കെനിയ ഒരു സിറ്റിയാണ്, ദരിദ്ര രാജ്യമാണ്, എന്നാൽ അത്ര വലിയ ദരിദ്ര രാജ്യമൊന്നുമല്ല. അവിടുത്തെ തലസ്ഥാനമാണ് ഈ നൈറോബി. ഈ പുസ്തകങ്ങളുടെ കെനിയ നമുക്ക് പരിചയമുണ്ട്. ഈ തട്ടിപ്പുകളും കൊലയാളികളുടെയും അല്ലെങ്കിൽ ആക്രമണങ്ങളുടെയും ഒരു നാടാണ് ഈ കെനിയ. യാതൊരു സുരക്ഷിതത്വവും അവിടെ ഇല്ല. 20,000-ന് മുകളിൽ ഇന്ത്യക്കാരാണ് അവിടെ ഇപ്പൊ താമസിക്കുന്നത്. കനത്ത കടബാധ്യത ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് $2.7 ബില്യൺ അധിക നികുതി സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു വിവാദ ധനകാര്യ ബില്ലിന് കെനിയൻ പാർലമെന്റ് നേരത്തെ ഒരു അംഗീകാരം നൽകിയത്. ഒന്നാമത് അവിടെ ജീവിത ചെലവ് തന്നെ കൂടുതലാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ നികുതി വർദ്ധിച്ചു വരുന്നതും. കെനിയ പോലുള്ള രാജ്യത്തൊക്കെ ഈ പ്രതിഷേധം ഉണ്ടായത് നമ്മുടെ രാജ്യം പോലെയൊന്നും അല്ല. അവിടെ പ്രതിഷേധം ഉണ്ടായാൽ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പോലീസ് കണ്ണീർ വാതം ഒഴുക്കുക അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ അടിക്കുകയും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ കെനിയ പോലുള്ള രാജ്യത്ത് വെടിവെച്ച് കൊന്നുകളയവരെ അവിടെയുള്ള പ്രതിഷേധക്കാരെ. ഈ പ്രതിഷേധക്കാരെ ആണെങ്കിലോ അവരുടെ കയ്യിലും തോക്കും ആയുധങ്ങളും എല്ലാം ഉണ്ടാവും. അവരും തിരിച്ച് ആക്രമിക്കുകയും ചെയ്യും. ഇതൊക്കെ അവിടെ പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും കയ്യിൽ തോക്ക് കാണും അവിടെ കെനിയയിൽ. ഇപ്പോ നൈറോബിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ പ്രതിഷേധം അലയടിക്കുകയാണ് ചെയ്യുന്നത്. അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരുടെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടൊക്കെ ഉണ്ട്. കെനിയയിൽ ഇപ്പോഴുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ COVID-19 ശേഷവും അതുപോലെ ഈ യുക്രൈൻ യുദ്ധവും എല്ലാം കെനിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അവിടുത്തെ കറൻസിയുടെ മൂല്യത്തകർച്ച, സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാൻ കെനിയക്കാർ കാര്യമായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നികുതിയിൽ ഇളവ് വരുത്തി എന്ന് പറയുമ്പോഴും ഇപ്പം അവിടെ റൊട്ടി, അതുപോലെ തന്നെ ഈ പാചക എണ്ണ, കാർ ഉടമസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലൊക്കെ പുതിയ നികുതി ചുമത്തിയില്ല. പക്ഷെ ഇപ്പൊ കൊണ്ടുവന്ന നികുതി ഒന്നും ചുമത്തിയിട്ടില്ല. പക്ഷെ കെനിയ ജനതയ്ക്ക് തൃപ്തിപ്പെടുത്താൻ ഇത് പര്യാപ്തമല്ലായിരുന്നു. കെനിയയിൽ പ്രശ്നം ശാന്തമായില്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ വംശജരെ കാര്യമായി ബാധിക്കുകയും അല്ലെങ്കിൽ തന്നെ അവിടങ്ങളിൽ നമുക്ക് നോർമലി ഒരു യാത്ര ചെയ്യണമെങ്കിൽ സുരക്ഷിതത്തോടു കൂടിയൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാർ ഒട്ടും സേഫ് അല്ല, ഒട്ടും സുരക്ഷിതരല്ല. പ്രശ്നം വഷളാകുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം അവിടുത്തെ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.